ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും A to Z ടിക്സിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പരിചയപ്പെടുത്തുന്നത് സൗത്ത് ഈസ്റ്റേൺ സെൻട്രൽ റെയിൽവേയിൽ 432 അപ്രൻറ്റീസ് പോസ്റ്റുകളുമായി പുതിയൊരു വിജ്ഞാപനം വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ദിവസവും ഗവൺമെൻറ് ജോബ് അപ്ഡേറ്റ്സും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുള്ള ജോലി ഒഴിവുകൾ അറിയാൻ വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കണും എനേബിൾ ചെയ്ത് വെക്കുക. ഇപ്പോൾ ഏകദേശം 432 ഒഴിവുകളുമായിട്ടാണ് വന്നിരിക്കുന്നത്. സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേ ബിലാസ്പൂർ ഡിവിഷനിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. 2019-2020 ബാച്ചിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓൺലൈനായിട്ടാണ്. apprenticeship.gov.in എന്ന് പറഞ്ഞ വെബ്സൈറ്റ് മുഖാന്തരം 16/6/2019 മുതൽ 15/7/2019 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇപ്പോൾ ഓരോ ട്രേഡും കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വരുന്ന വേക്കൻസികളുടെ ഒഴിവും കാറ്റഗറി വൈസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ വേക്കൻസി നോക്കിയിട്ട് നിങ്ങൾക്ക് ഏത് കാറ്റഗറിയിലേക്കാണ് അപേക്ഷിക്കാൻ കഴിയുന്നത് അതിലേക്ക് അപേക്ഷിക്കുക. അതിലേക്ക് ITI മസ്റ്റാണ്. ഇപ്പോൾ നോക്കുക, ഒന്നാമത്തെ ട്രേഡ് എന്ന് പറഞ്ഞാൽ കോപ്പയാണ്. കോപ്പ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞ തസ്തികയിലേക്ക് വരുന്നത്. ടോട്ടൽ 90 വേക്കൻസി ഉണ്ട്. അതുപോലെ സ്റ്റെനോഗ്രാഫർ ഇംഗ്ലീഷ്, സ്റ്റെനോഗ്രാഫർ ഹിന്ദി, ഫിറ്റർ, ഇലക്ട്രീഷ്യൻ, വയർമാൻ, ഇലക്ട്രോണിക് മെക്കാനിക്, RAC മെക്കാനിക്, വെൽഡർ, പ്ലംബർ, മാസൺ, പെയിന്റർ, കാർപ്പൻ്റർ, മെഷീനിസ്റ്റ്, ടർണർ, ഷീറ്റ് മെറ്റൽ വർക്കർ. മൊത്തം 432 ഒഴിവുകളുമായിട്ടാണ് അപേക്ഷ ക്ഷണിച്ചത്. ഇതിലേക്ക് വരുന്ന ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ മസ്റ്റ് ഹാവ് പാസ്ഡ് 10th ക്ലാസ് എക്സാമിനേഷൻ അണ്ടർ 10+2 സിസ്റ്റം ഓർ ഇറ്റ് ഈക്വലൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 10th ക്ലാസ് പാസ്സായിരിക്കണം നിർബന്ധമാണ്. അതുപോലെ തന്നെ ITI ഉണ്ടായിരിക്കും. ഏത് ട്രേഡിലാണോ നിങ്ങൾ അപേക്ഷിക്കുന്നത് ആ ട്രേഡിൽ ITI മസ്റ്റാണ്. അപ്പോൾ ITI ഉള്ളവർ ഒരുപാട് ആളുകൾ, നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുകൾ ഒരുപാടുണ്ടാകും. തീർച്ചയായും അവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഷെയർ കാരണം ചിലപ്പോൾ അവർക്കൊരു ജോബ് ലഭിക്കാൻ സാധ്യതയുണ്ട്. ഒരുപാട് പേര് ITI ഉള്ളവർക്ക് നമ്മൾ കമൻറ്റ് ചെയ്തിരുന്നു അവർക്ക് പറ്റിയ ട്രേഡിൽ ഉണ്ടോയെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ തീർച്ചയായും അവർക്ക് അപ്ലൈ ചെയ്യാവുന്ന. താല്പര്യമുള്ളവർ താഴെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്ത ശേഷം വായിച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാം. ഇതിലേക്ക് വരുന്ന ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ ഏജ് ലിമിറ്റ് വരുന്നത് മിനിമം കാൻഡിഡേറ്റ്സ് 15 ഇയേഴ്സും അതുപോലെ 24 മിനിമം 15 വയസ്സും 24 വയസ്സ് കവിയാനും പാടില്ല. 1/7/2019 വെച്ചായിരിക്കും KG കണക്കാക്കുന്നത്. അതുപോലെ തന്നെ SC ST കാൻഡിഡേറ്റ്സിന് 5 വയസ്സിൻ്റെ ഇളവും അതുപോലെ OBCക്ക് 3 വയസ്സിൻ്റെയും എക്സ് സർവീസ്മാൻ 10 വയസ്സിൻ്റെയും ഇളവുകൾ ഉണ്ടായിരിക്കുന്നതാണ്. ഇപ്പോൾ ഓരോ കാറ്റഗറിയിൽപ്പെട്ട ആളുകളുടെയും ഏജിൻ്റെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. 1/7/1996 1/7/2005 ഇടയിൽ ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ കഴിയും. ജനറൽ കാറ്റഗറി SC ആണെങ്കിൽ 1/7/1991 2005 ഇടയ്ക്കാണ്. ST ആണെങ്കിൽ 91 2005, OBC ആണെങ്കിൽ 93 2005. ഡേറ്റ് കണക്കാക്കുക 1/7/1993 1/7/2005 ഇടയിൽ. PWD എക്സ് സർവീസ്മാൻ 10 വർഷത്തെ ഇളവുകൾ ഉണ്ടാവും. PWD എക്സ് സർവീസ്മാൻ 1/7/96 കൊടുക്കുന്നത്. പക്ഷേ ഇവിടെ 10 വർഷത്തെ ഇളവ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 86 ആകാനും സാധ്യത. ഇതിലേക്ക് വരുന്ന അപ്രന്റീഷിപ്പിൻ്റെ കാലാവധി എന്ന് പറഞ്ഞാൽ 1 ഇയർ ആയിരിക്കും. അപ്പോൾ ഇത് നോട്ടിഫിക്കേഷൻ ക്ലിയർ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ തന്നെ ഇങ്ങനെയാണ്. അതുകൊണ്ടാണ് ഇത് ജസ്റ്റ് ഒന്ന് ബ്ലർ ആയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ മെറിറ്റ് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നത് നമ്മുടെ 10th ക്ലാസ് മാർക്കും അതുപോലെ ITIൻ്റെ വെയിറ്റേജ് നോക്കിയിട്ടായിരിക്കും. 10th ക്ലാസ്സിൽ 50% വിത്ത് മിനിമം 50% പറയുന്നത്. അതിൻ്റെ ആ ഒരു ലെവലിലായിരിക്കും പിന്നെ മെറിറ്റ് ലിസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് ലാസ്റ്റ് ഡേറ്റ് 15/7/2019 16/6/2019 മുതൽ 15/7/2019 വരെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഇപ്പോൾ യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ apprenticeship.gov.in എന്ന് പറഞ്ഞ വെബ്സൈറ്റ് മുഖാന്തരം നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഒരുപാട് പേരുണ്ടാവും. ചിലപ്പോൾ ITI ഒക്കെ എടുത്ത് വെറുതെ നടക്കുന്ന ആളുകളുണ്ട്. അവർക്ക് ജസ്റ്റ് അപേക്ഷിക്കാവുന്നതാണ്. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അതുപോലെ അതിൻ്റെ ലിങ്കും വെബ്സൈറ്റും അപേക്ഷ സമർപ്പിക്കേണ്ട വെബ്സൈറ്റും താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ പൂർണ്ണമായിട്ടും വായിച്ചതിന് ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കും. ഇപ്പോൾ എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ കൊടുത്ത നമ്പറിലേക്ക് 077522436335 എന്ന് പറഞ്ഞ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഉപകാരപ്പെട്ടാൽ ഡിസ്ലൈക്കും ചെയ്യുക. മറ്റു വീഡിയോ കൂടെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.